ആപ്ലിക്കേഷൻ. നമുക്ക് ഓഫ്ലൈൻ പേ ആപ്പിൻ്റെ മണി ട്രാൻസ്ഫർ, റീചാർജ്, ബിൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ്, ഹെൽത്ത് ആൻഡ് സൊസൈറ്റി, ഡിജിറ്റൽ സർവീസസ്, ഓൺലൈൻ സ്റ്റോഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്, ആഡ്സ് ഓൺ, government services, banking services, education and online study, other store and services, tours and travels, investment, gold, silver, FT, company social media links, learn how to use OffLab app ഹിന്ദിയിലാണ്, ഇ-ബുക്സ് ലൈബ്രറി ഉണ്ട്, സർക്കാരി ജോബ്സ് ഉണ്ട്, ഫേമസ് യൂണിക് ഐറ്റംസ് സ്റ്റോർ, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് നല്ല സ്പെഷ്യാലിറ്റി ഉള്ള കുറേ പ്രൊഡക്ട്സുകൾ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ നിന്ന് കിട്ടും. അതർ ഡിജിറ്റൽ സർവീസസ് ഉണ്ട്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബിസിനസ് അസോസിയേറ്റ് ആവാനായിട്ടുള്ള പാക്കേജുകളുടെ ഡീറ്റെയിൽസാണ്. എൻ്റർടൈൻമെൻറ്റ് സർവീസാണ്. അതിനകത്ത് 500ഓളം ഗെയിമുകൾ കിട്ടും. പ്ലേ ക്വിസ് ഉണ്ട്. ഓഫ് ദോസ്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതിൽ നിന്നൊക്കെ വരുമാനമൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്ന സംഭവമാണ്. ആപ്ലിക്കേഷൻ 5 തവണ ക്യാഷ് ബാക്ക് കിട്ടും. ഓരോ ഇടപാടിലും നമ്മൾ എപ്പോഴൊക്കെ ഇടപാടുകൾ നടത്തിയാലും, നമ്മൾ പർച്ചേസ് ചെയ്താലും ബിൽ പേയ്മെൻറ്റ് ചെയ്താലും ഒക്കെ നമുക്ക് 5 തവണ ക്യാഷ് ബാക്ക് കിട്ടും. ഒരു പക്ഷേ അത് നമ്മുടെ നടത്തുന്ന ഇടപാടിനേക്കാളും വലിയൊരു തുകയായിരിക്കും ക്യാഷ് ബാക്ക് ആയിട്ട് നേടാൻ കഴിയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. നമ്മളിത് ഉപയോഗിക്കുന്നു. നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇത് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് ചിന്തിക്കണം. ഇതൊരു ബിസിനസ് അവസരമാണ്. ഈ ബിസിനസ് അവസരം നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അത് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 499 രൂപ അല്ലെങ്കിൽ 1599 രൂപയുടെ ഏതെങ്കിലും ഒരു പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വേണം ഈ ആപ്പ് മറ്റൊരാൾക്ക് നമ്മൾ റെഫർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെഫർ ചെയ്യണത്? നമ്മൾ ഈ മുകളിലുള്ള മെനുവിൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽസാണ് വരുന്നത്. അതിനകത്ത് വാലറ്റ്, ഓഫേഴ്സ്, സ്ക്രാച്ച് കാർഡ് ആൻഡ് ക്യാഷ് ബാക്ക്, ഷെയർ വിത്ത് ഫ്രണ്ട്സ്. ഈ ഷെയർ വിത്ത് ഫ്രണ്ട്സ് എന്നുള്ള ഇതിനകത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് വഴി നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ്റെ ബിസിനസ്സും. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് പ്ലാന് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നമ്പർ OTP വെരിഫിക്കേഷനിലൂടെ ഉറപ്പാക്കി KYC വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, ഇത്രയും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് ഒന്നല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ എല്ലാ ദിവസവും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് കയറി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മനസ്സിലാക്കാം. അല്ലെങ്കിൽ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് വരിക. നമ്മൾ മലയാളത്തിലുള്ള വീഡിയോ പ്രസൻറ്റേഷനുകളെല്ലാം നമ്മൾ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകളെല്ലാം ഷെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ബന്ധപ്പെടുക.